താമരശ്ശേരി ഷിബില വധക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. 600 പേജുള്ള കുറ്റപത്രത്തിൽ 76 രേഖകളും 52 സാക്ഷികളുമുണ്ട്. ഷിബിലയെ കുത്തിക്കൊലപ്പെടുത്തിയ ഭർത്താവ് യാസിറാണ് കേസിലെ പ്രതി. താമരശ്ശേരി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. കഴിഞ്ഞ മാർച്ച് 18-നായിരുന്നു കൊലപാതകം. ഷിത ജഗത്ത് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിത, ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമായിരുന്നു ഇത്. ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ കുറ്റപത്രത്തിൽ പരാമർശിക്കുന്നുണ്ട്? എത്ര സാക്ഷികളുണ്ട്? തുടർ വിവരങ്ങൾ. അമൃത, ഭർത്താവ് യാസിർ ആണ് ഈ കേസിലെ പ്രതി എന്ന് പറയുന്നത്. കേസിൽ 600 പേജുള്ളതാണ് കുറ്റപത്രം. അതിൽ 72 രേഖകളും ഒപ്പം തന്നെ 52 സാക്ഷികളും ഉൾപ്പെടുത്തിയിട്ടുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ താമരശ്ശേരി SHO സായൂജ് കോടതിയിൽ, താമരശ്ശേരി ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു കൊലപാതകമായിരുന്നു ഷിബിലയുടെ. ഭർത്താവ് യാസിർ ലഹരി ഉപയോഗിച്ച് വന്ന് ലഹരി ഉപയോഗത്തെ തുടർന്ന് ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുകയായിരുന്നു ഷിബില. അന്ന് ഒരു നോമ്പുകാലത്താണ്. നോമ്പ് കഴിഞ്ഞ് നോമ്പ് തുറന്ന സമയത്ത് തന്നെ വീട്ടിലെത്തുകയും ഒരു കത്തിയുമായി വന്ന് വീട്ടിലെത്തി. ഷിബിലയുടെ വീട്ടിലാണ് ഷിബില താമസിച്ചിരുന്നത്. ആ വീട്ടിലെത്തിക്കൊണ്ട് ഷിബിലയെ കുത്തിക്കൊല്ലുകയായിരുന്നു. ഷിബിലയുടെ മകൾ ഉൾപ്പെടെ ആ വീട്ടിലുള്ള സമയത്തായിരുന്നു ഈ കൊലപാതകം. ഒപ്പം ഷിബിലയുടെ മാതാപിതാക്കൾക്കും ഈ അക്രമത്തിൽ പരിക്കേറ്റിരുന്നു. മറ്റൊരാൾക്ക് കൂടെ, തൊട്ടടുത്തുണ്ടായിരുന്ന മറ്റൊരാൾ കൂടെ, ഇത് തടയാൻ വന്ന ഒരാൾക്കും നേരിയ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് താമരശ്ശേരി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിൽ യാസിറിന്റെ ലഹരി ഉപയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടെ പോലീസ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അമൃത. ശരി, ഷിത ജഗത്താണ് വിവരങ്ങൾ നൽകിയത്.